ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിക്കവറി മെഷീൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, റിക്കവറി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പുതിയൊരാളാണെങ്കിൽ HVAC ഫീൽഡിൽ പുതിയ ആളാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആവും. അപ്പോൾ ഈ റിക്കവറി മെഷീൻ ഇതാണ് റിക്കവറി മെഷീൻ എന്ന് പറഞ്ഞ സാധനം. ഇത് നമ്മൾ സിസ്റ്റത്തിൽ, ചില്ലർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ HVAC സിസ്റ്റത്തിൽ എവിടെയെങ്കിലും നമ്മൾ സിസ്റ്റത്തിലുള്ള ഗ്യാസിനെ നമ്മൾ വേറൊരു സിലിണ്ടറിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് റിക്കവറി മെഷീൻ യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് കമ്പനി ഡിഫറെൻറ്റ് മോഡലിലെല്ലാം വരുന്നുണ്ട്. ഇതിപ്പോൾ ആപ്പിയോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ റിക്കവറി മെഷീനാണ്. ഓക്കെ, ഇതിനെ ആദ്യം പരിചയപ്പെടുത്തുക. റിക്കവറി മെഷീനിൽ വന്നിട്ട് ആദ്യം ഇവിടെ കാണാൻ പറ്റും ഒരു ഓൺ ഓഫ് ചെയ്യുന്ന സ്വിച്ച് ഉണ്ട് ഇവിടെ. അതിനുശേഷം ഇവിടെ ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഇൻപുട്ട്. സിസ്റ്റത്തിന് റെഫ്രിജറൻറ്റ് ഇതിലൂടെയാണ് വലിച്ചെടുക്കുന്നത്. ഇവിടെ ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട്, ഇത് ക്ലോസിങ്ങും ഓപ്പണിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഔട്ട്പുട്ട്. ഇത് നമ്മൾ സിലിണ്ടറിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഏത് സിലിണ്ടറിലാണ് കണക്ട് ചെയ്യുന്നത് അത് ഇതിലാണ്, ഔട്ട്പുട്ടിലാണ് നമുക്ക് പ്രഷർ വരുന്നത്. ഇത് ഓപ്പണിങ് ക്ലോസിങ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ 2 ഗേജ് കൊടുത്തിട്ടുണ്ട്, ഇൻപുട്ടിലും പ്രഷർ അറിയാൻ വേണ്ടി, ഔട്ട്പുട്ടിലും പ്രഷർ അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സിമ്പിളാണ് റിക്കവറി മെഷീന്. ചില സിസ്റ്റത്തിലെല്ലാം പർജിങ് സിസ്റ്റം എല്ലാം ഉണ്ടാവും. ഓക്കെ, ഈ യെല്ലോ ജാക്കറ്റെല്ലാം എടുത്ത് നോക്കിയാൽ പർജിങ് ചെയ്യുന്ന അതിൽ വാൽവെല്ലാം കാണും. ഇതിൽ ഇത് സിമ്പിളായ ഒരു റിക്കവറി മെഷീനാണ്. നല്ല പെട്ടെന്ന് ഫാസ്റ്റ് റിക്കവറിയാണ് ഈ ആപ്പിയോൺ എന്ന് പറഞ്ഞതിൽ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റിക്കവറി മെഷീൻ്റെ ഈ ബ്ലൂ കളർ കാണുന്നത് ഇൻലെറ്റ്. ഓക്കെ, ഈ ഇൻലെറ്റ് വന്നിട്ട് നമ്മൾ മാനിഫോൾഡ് ഗേജിൻ്റെ സെൻറ്ററിൽ കണക്ട് ചെയ്യുക. സെൻറ്ററിലെ സർവീസ് സ്പോട്ടാണല്ലോ മാനിഫോൾഡ് ഗേജിൻ്റെ. ഓക്കെ, ഇതിൽ കണക്ട് ചെയ്യാം. പിന്നെ ഈ ഞാനിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഹൈ സൈഡ് ഗേജ് വന്നിട്ട് ലിക്വിഡ് ലൈനിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ റെഫ്രിജറൻറ്റ് റിക്കവറി ചെയ്യുമ്പോൾ ഫസ്റ്റ് ലിക്വിഡ് തന്നെ നമ്മൾ റിക്കവർ ചെയ്യാൻ ശ്രമിക്കണം, ലിക്വിഡ് ലൈനിൽ തന്നെ. കാരണം ലിക്വിഡ് ലൈനിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിക്കവറി ആവും. കാരണം ലിക്വിഡ് ലൈനിലാണ് ഫുള്ള് ലിക്വിഡ് വന്നിട്ട് കിടക്കുന്നത്. അപ്പോൾ ലിക്വിഡ് ലൈനിൽ തന്നെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ലിക്വിഡ് ലൈനിൽ കണക്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ റിക്കവറി ആവും. നിങ്ങൾ ഡിസ്ചാർജ് സൈഡിലോ സക്ഷൻ സൈഡിലോ കണക്ട് ചെയ്യുകയാണെങ്കിൽ സ്ലോ ആയിട്ടാണ് റിക്കവറി നടക്കുള്ളൂ. ഓക്കെ, പക്ഷേ എൻ്റെ ഔട്ട്പുട്ട് വന്നിട്ട്, അതായത് ആ റെഡ് കളർ വാൽവ് ഉണ്ടല്ലോ, ഈ റെഡ് കളർ വാൽവ് വന്നിട്ട് നേരെ സിലിണ്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ സിലിണ്ടറിൽ കണക്ട് ചെയ്ത് സിലിണ്ടറിൻ്റെ വാൽവ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പർജ് ചെയ്തിട്ട് വിടുക. എന്തെങ്കിലും ലൈനിലും അല്ല എയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് കളയാൻ പർജ് ചെയ്തിട്ട്. പിന്നെ റിക്കവറി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, റിക്കവറി മെഷീൻ ഓൺ ചെയ്യുന്നതിന് മുന്നേ റിക്കവറി മെഷീൻ്റെ ഇൻലെറ്റ് വാൽവും ഓപ്പൺ ചെയ്ത് വെക്കണം. അതേപോലെ ഔട്ട്ലെറ്റ് വാൽവും ഓപ്പൺ ചെയ്ത് വെക്കണം. പിന്നെ അതേപോലെ സിലിണ്ടറിൻ്റെ വാൽവും ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ റിക്കവറി മെഷീൻ ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം റിക്കവറി മെഷീൻ യൂസ് ചെയ്യാൻ. ഇത്രയാണ് ഇത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, റിക്കവറി ചെയ്യുന്നതിന് മുന്നേ ഇപ്പോൾ നമ്മൾ റിക്കവറി ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിലിണ്ടറെല്ലാം ചിലപ്പോൾ ഡിഫറെൻറ്റ് ഗ്യാസെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എംറ്റി ആണെങ്കിൽ അത് സിലിണ്ടർ നന്നായിട്ട് വാക്യൂം ചെയ്യാം. ഓക്കെ, വാക്യൂം ചെയ്തതിന് ശേഷം മാത്രം അതിൽ ഇത് ചെയ്യുക. വാക്യൂം ചെയ്തതിന് ശേഷം നമ്മൾ സിലിണ്ടറിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യണം. ഓക്കെ, സിലിണ്ടറിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യുക. അതിനുശേഷം മാത്രം റിക്കവറി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എത്ര സിലിണ്ടർ നമുക്ക് ചില്ലറെല്ലാം റിക്കവറി കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ചാർജിങ് തിരിച്ച് ചിലപ്പോൾ ആ സെയിം ഗ്യാസ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഐഡിയ വേണം എത്ര സിലിണ്ടർ ഗ്യാസ് കയറി, എത്ര കിലോ ഗ്യാസ് കയറി എന്നൊക്കെ. ചില്ലറിലൊക്കെ നമ്മൾ ചില്ലറിൻ്റെ നെയിം പ്ലേറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഗ്യാസ് ചാർജിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ സിലിണ്ടറിൻ്റെ വെയിറ്റ് വയ്ക്കാൻ പറയും, എംറ്റി സിലിണ്ടറിൻ്റെ വെയിറ്റും. പിന്നെ അത് റിക്കവറി കഴിഞ്ഞതിന് ശേഷം ഫുൾ സിലിണ്ടറിൽ എത്ര വെയിറ്റ് ഇതുണ്ട്, ഗ്യാസ് റിക്കവറി ചെയ്തോ, അത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ റിക്കവറി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ റിക്കവറി ചെയ്യുന്ന സിലിണ്ടർ ഒരു 100 കിലോ കപ്പാസിറ്റിയുടെ സിലിണ്ടറാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളൊരു 80% മാത്രമേ അതിൽ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. കാരണം ആംബിയൻ ടെമ്പറേച്ചറെല്ലാം കൂടുമ്പോൾ പിന്നെയും പ്രഷർ ഇൻക്രീസ് ആവും. അപ്പോൾ നിങ്ങൾ 100 കിലോ കപ്പാസിറ്റി ഉള്ള ഒരു സിലിണ്ടറിൽ 100 കിലോ തന്നെ റിക്കവറി ചെയ്യുകയാണെങ്കിൽ ആംബിയൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ പ്രഷർ കൂടാനും ചിലപ്പോൾ സിലിണ്ടർ ബ്ലാസ്റ്റ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ 100 kg ആണ് സിലിണ്ടറിൻ്റെ കപ്പാസിറ്റി എങ്കിൽ 80 കിലോ മാത്രം അതിൽ റിക്കവറി ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ റിക്കവറി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റിക്കവറി ചെയ്യുന്ന സമയത്ത് സിലിണ്ടർ ഓവർ ഹീറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ സിലിണ്ടർ ഒന്നുമില്ലെങ്കിൽ ഐസിൽ മുക്കി വയ്ക്കുക, അല്ലെങ്കിൽ വെള്ളം ഇതുപോലെ മുകളിൽ ഒഴിക്കുക. തണുത്ത വെള്ളത്തിൻ്റെ മുകളിൽ സിലിണ്ടറിൻ്റെ മുകളിൽ ഒഴിക്കുക. അപ്പോൾ പെട്ടെന്ന് റിക്കവറി ആവാൻ സഹായിക്കും, സിലിണ്ടർ ഓവർ ഹീറ്റ് ആവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിക്കവറി മെഷീൻ യൂസ് ചെയ്യുമ്പോൾ, റിക്കവറി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.